നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണ കവർച്ച കേസ് അന്വേഷണം ഇപ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതുവരെ പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം ശക്തമായ ആയുധമായി ഉപയോഗിച്ചിരുന്ന പല തെളിവുകളും ഇപ്പോൾ അപ്രതീക്ഷിതമായി തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മുൻപ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള ആരോപണങ്ങൾ അത് ശക്തിപ്പെടുത്താനായിട്ട് ഉപയോഗിച്ച കൂടിക്കാഴ്ചകളുടെയും ചിത്രങ്ങളുടെയും ഒക്കെ തന്നെ നിഗൂഢതകൾ ഓരോന്നായിട്ട് പുറത്തു വരുമ്പോൾ അത് ഭരണപക്ഷത്തെ തന്നെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കുന്ന ഗൗരവകരമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. UDF കൺവീനറും MP-യുമായ അടൂർ പ്രകാശ് നടത്തിയ വെളിപ്പെടുത്തലുകൾ CPM-ന്റെ മാസങ്ങളായുള്ള പ്രചരണങ്ങളുടെ അടിത്തറ ഇളക്കുന്നവയായിരുന്നു. കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയത് അടൂർ പ്രകാശ് ആണെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രധാന ആരോപണം. എന്നാൽ താനല്ല, മറിച്ച് ഡൽഹിയിലെ ഉന്നത കേന്ദ്രങ്ങളിൽ സ്വാധീനമുള്ള CPM MP-യും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ആണ് ഈ കൂടിക്കാഴ്ചയുടെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നടിച്ചു. ഈ വെളിപ്പെടുത്തൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ അടിമുടി മാറ്റുന്നതായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലും പുറത്തും പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാനായിട്ട് ഉപയോഗിച്ച പ്രധാന ആയുധമായിരുന്നു സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം. സ്വർണ്ണക്കള്ളക്കടത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാനായിട്ട് ഈ ചിത്രം വലിയ രീതിയിൽ സഹായിച്ചിരുന്നു. എന്നാൽ ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് സ്വന്തം പാർട്ടിയിലെ തന്നെ ഒരു പ്രധാന നേതാവാണെന്ന് വരുമ്പോൾ മുഖ്യമന്ത്രി മറുപടി പറയാനാവാത്ത വിധം രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ ഇപ്പോൾ ആയിരിക്കുകയാണ്. ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചത് എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയരുകയാണ്. ഈ സംഭവ വികാസങ്ങളോടെ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഗൂഢാലോചനയിൽ ജോൺ ബ്രിട്ടാസിൻ്റെ പങ്കിനെക്കുറിച്ച് ഗൗരവകരമായിട്ടുള്ള സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഡൽഹിയിലെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ സ്വർണ്ണക്കടത്തിന് മറയായോ എന്നും സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ലാഭവിഹിതം എങ്ങോട്ടൊക്കെയാണ് ഒഴുകിയത് എന്നുള്ള അന്വേഷണം ഇനി പുതിയ ദിശയിലേക്ക് നീങ്ങേണ്ടതുണ്ട്. വേട്ടക്കാരനാക്കാൻ നോക്കിയവർക്ക് മുന്നിൽ താൻ ഇരയല്ലെന്നും മറിച്ച് സത്യം പുറത്തു കൊണ്ടുവരുന്ന പോരാളിയാണെന്നും അടൂർ പ്രകാശ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് അവകാശപ്പെട്ട അദ്ദേഹം അന്വേഷണം ജോൺ ബ്രിട്ടാസിലേക്കും CPM കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. UDF ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പ്രകാരം ജോൺ ബ്രിട്ടാസിൻ്റെ ഫോൺ രേഖകളും ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളും സമഗ്രമായിട്ട് പരിശോധിച്ചാൽ ഈ സ്വർണ്ണ കവർച്ചയുടെ യഥാർത്ഥ ഗുണഭോക്താക്കളെ പിടികൂടാൻ കഴിയുമെന്നാണ് കരുതുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പുതിയ വെളിപ്പെടുത്തലുകളിൽ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണ്. പ്രതിപക്ഷത്തെ കുടുക്കാനൊരുക്കിയ കെണിയിൽ CPM തന്നെ വീണുകിടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇത് വരും ദിവസങ്ങളിൽ ഭരണമുന്നണിയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായി മാറും. ചുരുക്കത്തിൽ സ്വർണ്ണക്കവർച്ച കേസ് ഇപ്പോൾ ഒരു വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ്. ഇനി ജോൺ ബ്രിട്ടാസിനെ ചോദ്യം ചെയ്യുമോ അതോ പാർട്ടിയെ സംരക്ഷിക്കാനായിട്ട് സർക്കാർ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് കേസ് ഒതുക്കി തീർക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഏതായാലും അടൂർ പ്രകാശ് MP കൊളുത്തിയ ഈ രാഷ്ട്രീയ തീപ്പന്തം അത് വരും ദിവസങ്ങളിൽ CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഈ കേസിലെ അവസാന വില്ലനെ പുറത്തു കൊണ്ടുവരുന്നതിനായിട്ട് കേരളം കാത്തിരിക്കുമ്പോൾ സ്വർണ്ണക്കവർച്ചയുടെ ചുരുളഴിയാത്ത രഹസ്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും അടൂർ പ്രകാശിന്റെ ആ പ്രതികരണത്തിലേക്ക് പോകാം. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. ഞാൻ നേരത്തെ തന്നെ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെ കൂടി ഞാൻ അറിയിക്കാം. നിങ്ങളിലൂടെ മാത്രമാണ് എനിക്കെതിരെ അന്വേഷണം ഉണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്ന് വെച്ചാൽ ചാനലുകാരിൽ നിന്ന് മാത്രമാണ് എനിക്കെതിരെ അന്വേഷണമുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അതുമായി ഞാൻ സഹകരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് സഹകരിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ട്. നിരവധി ആളുകൾ, അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇപ്പോൾ അടൂർ പ്രകാശിൻ്റെ ഒരു ചിത്രം കണ്ടു എന്നുള്ളത് കൊണ്ട് അടൂർ പ്രകാശ് ഇതിനകത്തൊന്നും മാറി നിൽക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ SIT എന്നെ വിളിച്ചാൽ കൃത്യമായുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ പറയാം. അതിലൊരു സംശയം അല്ലല്ല, ഞാൻ അങ്ങനെ ഉത്തരം ഞാൻ പറഞ്ഞില്ല. നിങ്ങളത് വളച്ചൊടിക്കാൻ ശ്രമിക്കേണ്ട. ഇല്ല, ഞാൻ ഒന്ന് പറയട്ടെ. ഇത് ഇദ്ദേഹത്തിന് ഈ റിപ്പോർട്ടർ ചാനലിനെ ഒരു ഇച്ചിരി കുഴപ്പമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് ആദ്യം പറയട്ടെ, സോണിയാഗാന്ധിയെ എന്തിനു കണ്ടു എന്ന് എന്നോട് ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചോ? ഞാനല്ലല്ലോ പറയേണ്ടത്. അത് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ കള്ളനാണെന്നോ കാട്ടുകള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ അറിഞ്ഞുകൊണ്ടല്ല അയാൾ എന്നെ കാണുന്നതും പരിചയപ്പെട്ടതിന് ശേഷം അയാൾ ഇവിടെ ശബരിമലയിൽ അന്നദാനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ എത്തണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാനവിടെ പോയി ഉദ്ഘാടനം നടത്തി ഞാൻ മടങ്ങിപ്പോന്നു. അതിനുശേഷമാണ് അവിടെ നടത്തിയ പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഡൽഹിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സോണിയാഗാന്ധിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പൂജ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ അവർ
അവരോടൊപ്പം ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഞാൻ ഇല്ല, അത് നിങ്ങൾ അന്വേഷിക്കണം. അല്ലല്ല, ഞാൻ ഒരു കാരണവശാലും അടൂർ പ്രകാശ് മുഖാന്തരം അങ്ങനെ ഒരു അവിടെ പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല, അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. അത്രേ ഉള്ളൂ. അല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സോണിയാഗാന്ധിയോടൊപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അല്ല, പ്ലാൻ ചെയ്തൊന്നുമല്ല. ഇയാള് അവിടെ വന്നിട്ടാണ് എന്നെ ഫോൺ ചെയ്യുന്നത്. ഫോൺ ചെയ്തു, എന്നോട് പറഞ്ഞു ഇങ്ങനെ നാളെ അപ്പോയിന്റ്മെന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് സോണിയാഗാന്ധിയെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ MP എന്നുള്ള നിലയിൽ അങ്ങോട്ട് വരികയാണെങ്കിൽ നല്ലതാണ്. അതെ. സോണിയാഗാന്ധി പോലെ രാജ്യത്തിന് ഏറ്റവും സുരക്ഷയുള്ള ഒരാളുടെ അടുത്ത് ഈ സ്ഥലം MP പോലും അറിയാതെ അവര് പെർമിഷൻ എടുക്കുന്നു, പിന്നീടാണ് താങ്കളെ കൂടെ വരുമോ എന്ന് ചോദിക്കുന്നത്. അതൊക്കെ എങ്ങനെയാണ്? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ അടിസ്ഥാനത്തിൽ അവിടെ ആരൊക്കെ വരുന്നു, എത്രയോ ആളുകൾ അവിടെ അപ്പോയിന്റ്മെന്റ് വാങ്ങി ഓരോ ദിവസവും സോണിയാഗാന്ധിയെ കാണുന്നുണ്ട്. സോണിയാഗാന്ധിയെ കാണുകയും സോണിയാഗാന്ധിയുടെ മുമ്പിൽ പോയി അവർ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്ന അല്ല, ഇത് ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അതിന് മുമ്പ് കയറി വെടിവെക്കാതിരി, അതിനു മുമ്പ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സോണിയാഗാന്ധിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയി. പക്ഷെ അന്ന് എനിക്കറിയില്ല ഇയാൾ ഈ കാട്ടുകൊള്ളക്കാരനാണെന്നോ കൊള്ള സംഘത്തിന്റെ തലവനാണെന്നോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല അവിടെ പോയത്. ഇന്നിപ്പോൾ വിളിച്ചാൽ ഞാൻ ഒരിക്കലും പോയില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിനെ എല്ലാം നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് ഡൽഹിയിൽ, ഒരു പാർലമെന്റ് അംഗമാണ്. അതേക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക, ആരാണെന്നോ. അത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഇന്ന് ഈ പാലം പണിയാൻ വേണ്ടി നടക്കുന്ന ആളുണ്ടല്ലോ, ഏതാ, മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാലം പണിയാൻ വേണ്ടി നടന്ന വ്യക്തി. അദ്ദേഹം എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ ഫോൺ ചെയ്തിരിക്കുന്നു. ആ ഫോൺ കോളുകളൊന്ന് പരിശോധിച്ച് അങ്ങനെയാണെങ്കിൽ അതുകൂടി അന്വേഷണം നടക്കണ്ടേ? അല്ലല്ല, പേര് പറയാനില്ല. ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ? ഇവിടെ പാലം പണിയാൻ വേണ്ടി പോയത് ആരാ? അല്ല, അത് നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അന്വേഷിക്കുക. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ കോളുകൾ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് അന്വേഷണം നടത്തുക. ആ അന്വേഷണം നടത്തി ആരൊക്കെയാണ് ഫോൺ കോൾ ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേരുടെ ഫോട്ടോ ഇല്ലേ? മുഖ്യമന്ത്രി നേരെ ഇറങ്ങി വന്ന് ഓഫീസിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന വാഹനത്തിന്റെ കീ ഏറ്റുവാങ്ങാൻ വേണ്ടി പോയില്ലേ? അല്ല, അത് അന്വേഷിക്കണം. അതും അന്വേഷിക്കേണ്ടതാണ്. ഇപ്പോൾ അടൂർ പ്രകാശിനെ കുറിച്ച് SIT അന്വേഷണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതൊക്കെ അന്വേഷിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിന്റെ ഉള്ളിലുണ്ട്. ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണം. ആ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചൊക്കെ അന്വേഷണം നടത്തുമ്പോൾ